താരസംഘടനയായ അമ്മയിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റ്. അമ്മ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ പുറത്തുവരുന്നു. ശ്വേതാ മേനോനാണ് തലപ്പത്തേക്ക്. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകുന്നു. ഒരു ചരിത്രം തന്നെയാണ്. ഒരു വനിത അമ്മയുടെ പ്രസിഡന്റായി വരുന്നു. താരസംഘടനയായ അമ്മയിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റായി എത്തിയിരിക്കുന്നു. ദേവനെ പരാജയപ്പെടുത്തിയാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ പ്രസിഡന്റായി എത്തിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഒടുവിലാണിപ്പോൾ താരസംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരുന്നത്. ഇന്ന് രാവിലെ മുതലായിരുന്നു വോട്ട് എടുപ്പ് നടന്നത്. ഉച്ചയ്ക്ക് ശേഷം വോട്ടെണ്ണൽ പുരോഗമിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിന്റെ ഫലം പുറത്തേക്ക് വരികയാണ്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ തലപ്പത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരു വനിത താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് എത്തുകയാണ്. ശ്വേതാ മേനോൻ പ്രസിഡന്റ്. സൈഫുന്നീസ അലിയാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൈഫുന്നീസ, നിർണായകമായ വിവരം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് ആവുന്നു. ശ്വേതാ മേനോന്റെ വിജയം എങ്ങനെയാണ്? തീർച്ചയായും അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതകൾ നയിക്കുന്ന ഒരു സംഘടനാ ഭാരവാഹികൾ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു കമ്മിറ്റി വരികയാണ്. അമ്മയുടെ നേതൃത്വത്തിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും ഒപ്പം തന്നെ ലക്ഷ്മിപ്രിയയും മുന്നേറുകയാണ്. അതായത് സ്ത്രീകളുടെ ഒരു മുന്നേറ്റം എന്ന് പറയണം. പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലെല്ലാം സ്ത്രീകൾ വരുന്നു. അമ്മയുടെ നേതൃത്വത്തിലേക്ക് അമ്മ വനിതകൾ നയിക്കും എന്ന വിധത്തിലേക്ക് എത്തുന്നു. എന്തായാലും അമ്മയുടെ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിരിക്കുന്നു. ദേവനെ തോൽപ്പിച്ച് ശ്വേതാ മേനോൻ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അമ്മയെ സംബന്ധിച്ചോളം അമ്മയുടെ സ്ത്രീകളായ വനിതകളായ അംഗങ്ങൾ ഒരുപാടുള്ള സംഘടനയാണ് അമ്മ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ എപ്പോഴും ഇവർ പിന്നിൽ പോകുന്നതോ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിലേക്ക് വരാതിരിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, ആ ചരിത്രമെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിരിക്കുന്നു. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെയും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലും എത്തുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയും മുന്നേറുകയാണ്. ഭൂരിപക്ഷവും അല്ലെങ്കിൽ ഒരു 90% ഇവർ തന്നെയാകും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക. മറ്റ് സ്ഥാനങ്ങൾ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇന്ന് നമുക്ക് കൃത്യമായി അറിയേണ്ട ഒരു പോസ്റ്റുകൾ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ 11 പേർക്ക് 13 നോമിനേഷനാണ്. 13 പേരാണ് മത്സരിക്കുന്നത്. ഇതിൽ 4 സ്ത്രീകൾ സംവരണമാണ്. മൊത്തം 5 സ്ത്രീകൾ നിലവിൽ മത്സരാർത്ഥികളായിട്ടുണ്ട്. അവരുടെ ഫലവും അല്പസമയത്തിനകം വരും. ഇപ്പോൾ 4 മണിയോടുകൂടി തന്നെ ഈ അമ്മയുടെ പുതിയ ഭാരവാഹികൾ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു.